ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ കുട്ടനാട്ടിലെ എൻ്റെ സ്വന്തം വീടും പരിസരവും ചുറ്റാടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. നമ്മളിവിടെ അപ്പർ കുട്ടനാട് ഏരിയ ആയതുകൊണ്ട് നമുക്കിവിടെ റോഡ് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ബണ്ടെന്ന് പറഞ്ഞാൽ ഈ തോടിൻ്റെ സൈഡിൽ കാണുന്ന കൽക്കെട്ടിനാണ് നമ്മൾ ബണ്ടെന്ന് പറഞ്ഞ് ഈ ബണ്ടിൽ കൂടി നടന്നിട്ട് വേണം നമ്മൾ വീട്ടിലോട്ട് ചെല്ലാനായിട്ട്. പിന്നെ ഈ തോടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ചെറിയ തോടാണ്. ഈ തോട് ചെന്ന് ചേരുന്നത് വലിയൊരു കായലിലോട്ടാണ് കേട്ടോ ചെന്ന് ചേരുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ തോട്ടിൽ എപ്പോഴും മോശം വെള്ളമായിരിക്കും. അപ്പം വെള്ളം അരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു ചെറിയൊരു മാർഗ്ഗമാണ് കേട്ടോ. നമുക്കിവിടെ എപ്പോഴും മോശം വെള്ളമാണ്. കാരണം മോട്ടർ നടത്തുന്നത് കൊണ്ട് അവിടുന്ന് എപ്പോഴും കിണറ്റിൽ നിന്നുള്ള മോശം വെള്ളം അടിച്ചിറങ്ങുന്നത് കൊണ്ട് പാടത്തൊക്കെ എപ്പോഴും തോട്ടിലൊക്കെ എപ്പോഴും മോശം വെള്ളമായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ വീട്. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ഡിസംബറിൽ ക്രിസ്തുമസിന് വീട്ടിൽ വന്നപ്പോൾ എടുത്താണ്. അപ്പം വീടൊക്കെ ക്രിസ്മസിന് വേണ്ടി അലങ്കരിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കാര്യക്കാരാണ് കേട്ടോ. 1-2 പേരുണ്ട്. ഒരാൾ ഇവിടെ കിടക്കുന്നത്, ഒരാളിതാ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനമാണല്ലോ. അപ്പോൾ ഇത് മീൻ പിടിക്കുന്ന കൂടാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് വലക്കൂടെന്ന് പറയും. വല കൊണ്ടുണ്ടാക്കിയ കൂടാണ്. നമ്മുടെ മുള കൊണ്ടും ഈർക്കിൽ കൊണ്ടും ഒക്കെ കൂടുണ്ടാക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം എടുക്കാൻ കൊണ്ടുപോകുന്ന കന്നാസുകളാണ് കേട്ടോ. കുറേ ഉണ്ട്. ഇത് നമ്മൾ വെള്ളം റോഡിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കന്നാസുകളെല്ലാം ആയിട്ട് വള്ളത്തിൽ പോയിട്ട് വെള്ളം നിറച്ചിട്ട് വന്നിട്ട് ഇവിടെ വലിയ ടാങ്കുണ്ട്. അതാണ് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ തീരുന്നതനുസരിച്ച് അങ്ങനെ ഫില്ല് ചെയ്യും. നമുക്കിവിടെ കുട്ടനാട്ടുകാർക്ക് നല്ല വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വലിയ വാ കീറിയിട്ടിരിക്കുന്ന കന്നാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ മീനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അതിടുന്ന കന്നാസാണ്. അപ്പം ഇത് വെള്ളം ശേഖരിക്കുകയും മീൻ പിടിക്കുകയൊക്കെ ചെയ്യും. മീനെ ഇടുന്നതൊക്കെ കന്നാസുകളുടെ ഒരു വലിയ ശേഖരണമാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇതായി കാണുന്ന വലിയ ടാങ്കിലാണ് നമ്മൾ വെള്ളം എപ്പോഴും നിറച്ച് വയ്ക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള പാടമാണ് കേട്ടോ. നമുക്കിവിടെ മൊത്തം 3 പാടമുണ്ട്. ഒന്ന് വീടിൻ്റെ പുറകിലുണ്ട്, പിന്നെ വീടിൻ്റെ ഫാദറിലെ തോട്, അതിനക്കരയിലൊരു പാടമുണ്ട്, പിന്നെ റോഡ് തിരിയുന്നതിനോട് പടിഞ്ഞാറ് സൈഡിലും പാടമുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം 3 പാടമുണ്ട്. ഇത് തൂമ്പൻ കുഴിയാണ്. അപ്പോൾ തൂമ്പിലൊരു വല കെട്ടിയിട്ടിട്ടുണ്ട്. അതിനെന്തോ ഒരു മീനായിട്ട് കിടപ്പുണ്ട്. ഇത് കൂരി എന്താണെന്ന് തോന്നുന്നു. ഇപ്പം തൂമ്പ് അടച്ചിട്ടേക്കുക. ഈ തൂമ്പെന്ന് പറഞ്ഞാൽ പാടത്തേക്ക് നമ്മൾ വെള്ളം തോട് കയറ്റി വിടുന്നതാണ്. അപ്പോൾ അത് അടച്ചിട്ടേക്കുക. ഇപ്പോൾ പാടത്തേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തൂമ്പ് അടച്ചിട്ടേക്കുക. ഇതുവഴിയാണ് നമ്മൾ പാടത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ഇത് നമ്മുടെ അതിന് നമ്മൾ ഗന്ധരാനാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഇതൊരു ഉപേക്ഷിച്ച കൂടാണ് കേട്ടോ. ഇത് നമ്മൾ പോളയെന്ന് പറയും. പോളപ്പൂവുകളാണ് ഇത്. പാടത്ത് വെള്ളം കയറി കിടന്നപ്പോഴത്തേക്കും വന്ന പോളയാണ് കേട്ടോ. അത് ഇറങ്ങിപ്പോയില്ല. അതവിടെ കിടന്ന് ഈ കിളിർത്ത്
ഉറവയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ കിടന്ന് അത് കിളിർത്ത് എല്ലാം നല്ല പൂവിട്ട് നിൽക്കുക. നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ പാടത്തിലാണ് കേട്ടോ. ഇതിപ്പം വിതയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നടീലിൻ്റെ പരുവമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ നെല്ല്. അവിടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കുന്നത്. നമ്മൾ പതിയെ വരുമ്പോഴേ നടന്ന് പാടത്തിൻ്റെ അവിടെ ഇവിടെയെല്ലാം നടന്നു കേട്ടോ. കുറേ നേരം പാടത്തെക്കുട്ടിയെല്ലാം നടന്ന് കുറേ നേരം ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. ഇത് പാടത്ത് നിന്നുള്ള നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ വ്യൂ ആണ് കേട്ടോ. അവിടെ ആരും നിൽപ്പുണ്ട്, അമ്മയാണെന്നാണ് തോന്നുന്നത്. പാടത്ത് നിന്നുകൊണ്ടുള്ള കരയിലെ വ്യൂ ആണ് കേട്ടോ. നല്ല വെയിലാണ്, സൂര്യന് നല്ല ചൂടാണ്. അങ്ങനെ നമ്മൾ പാടത്തു നിന്ന് കയറി കടവിൽ വന്ന് കാലെല്ലാം കഴുകി വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടക്കരെ കാണുന്നതാണ് കേട്ടോ മോട്ടർ തറ. മോട്ടർ തറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാടത്തിൽ നിന്നും വെള്ളം എക്സ്ട്രാ വെള്ളം തോട്ടിലോട്ട് അടിച്ചിറക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ അയൽവക്കം എന്ന് പറഞ്ഞാൽ ഇതാണ് മോട്ടർ തറയാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ പരിസരവും കാഴ്ചകളുമൊക്കെ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.